കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വളരെ രസകരമായ വിഷയമാണ്. മനസാക്ഷി കൂടിയതിനാൽ അബദ്ധത്തിൽ ചെന്നിയാടുന്ന നക്ഷത്രക്കാർ. പണ്ടുള്ളവർ പറയും ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്നൊക്കെ പറയല്ലേ. ഇപ്പൊ ഒരുപാട് മനസാക്ഷി, ചിലപ്പോൾ ആള് ചിലപ്പോൾ കള്ളനായിരിക്കും, ചിലപ്പോൾ കൊലപാതകയായിരിക്കും. ഉദാഹരണം പറയാം കേട്ടോ. അപ്പൊ അദ്ദേഹം വന്നിട്ട് ചിലപ്പം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു കള്ളത്തരം മറച്ചു വെച്ചുകൊണ്ട് ഇത് സഹായിക്കണം എന്ന് പറയും. അപ്പം അത് മനസാക്ഷിയുള്ളവരാണ് എന്ത് ചെയ്യും, അവരാ പറയുന്നത് സത്യമാണെന്ന് ധരിച്ചിട്ട് പോയി പുള്ളിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അവസാനം കഥ വരുമ്പം ഈ സഹായിച്ച ആള് തെറ്റുകാരനാവുകയും ചെയ്യും. അപ്പം മനസാക്ഷി കൂടി വരുന്ന വിഷയമാണ്. നമ്മളൊരാളിനോട് എപ്പോഴും ഇടപെടുമ്പോൾ അയാൾ എത്രമാത്രം നല്ലതാണ്, അല്ലെ എത്രമാത്രം അയാളുടെ ചിന്താഗതി നമുക്ക് ദോഷം ചെയ്യുമോ, ഇതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരാളെ സഹായിക്കാൻ പാടുള്ളൂ. സഹായിക്കണ്ടെന്ന് പറയുന്നത് ഒരുപാട് ശുദ്ധനാവാതിരിക്കുക. അപ്പം ആളുടെ നമ്മൾ കുറച്ച് ദുഷ്ടനാവണമെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെ വന്നിരിക്കുന്ന ആളുടെ ഉദ്ദേശം അറിഞ്ഞ് ഉദ്ദേശശുദ്ധിയെ മാനിച്ച് പ്രവർത്തിക്കുക. നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്കൊന്ന് കടക്കാം. കാർത്തിക, പുണർതം, ആയില്യം, അത്തം, വിശാഖം, ഉത്രാടം, ഉത്രട്ടാതി. മറ്റു നക്ഷത്രക്കാരും ഇതിനകത്ത് ഉണ്ടാവാം. കാരണം ജനിക്കുന്ന സമയം അനുസരിച്ച് ഒരാളുടെ ജാതകപ്രകാരമാണ് കൂടുതലും സ്വഭാവങ്ങളെ പറയാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും നക്ഷത്രാടിസ്ഥാനത്തിൽ പൊതുവെ നമ്മൾ കണ്ടുവരുന്ന കുറച്ച് നക്ഷത്രങ്ങളെയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് പല ജ്യോതിഷ പുസ്തകങ്ങളും അപഗ്രഥിച്ചതിന് ശേഷം എൻ്റെ അനുഭവത്തിൽ നിന്നും കൂടെയാണ് ഞാൻ ഈ ഫലങ്ങളെ പറഞ്ഞിരിക്കുന്നത്. ഇതിന് കൂടുതലായിട്ടൊരു വ്യക്തത വേണമെങ്കിൽ, കൂടുതലായിട്ട് ഇങ്ങനെയുള്ള നക്ഷത്രക്കാരെ അറിയണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ജാതകം കൂടി പരിശോധിക്കേണ്ടതാണ്. ഒരാളുടെ ജാതകം എഴുതുമ്പോൾ അയാൾ ജനനം തൊട്ട് മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും, സ്വഭാവങ്ങളായാലും ഓരോ കാലഘട്ടത്തിൽ വന്നു ചേരുന്ന കാര്യങ്ങളായാലും അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയായാലും എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.